കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഹാസും ഹാവും എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാഡിൻ്റെ യൂസേജ് ആണ്. ഹാവും ഹാസിൻ്റെയും പാസ്റ്റ് ഫോമായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഹാഡ് യൂസ് ചെയ്യും. ഹാവും ഹാസും നമ്മൾ എവിടെയൊക്കെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്? അതായത് നമ്മുടെ കൈവശം ഒരു സാധനം ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ബന്ധമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് എ സിസ്റ്റർ, ഐ ഹാവ് എ ബ്രദർ, അങ്ങനെ ഒരു ബന്ധമുണ്ട്. അല്ലെങ്കിൽ ഐ ഹാവ് എ കാർഡ്, അതുപോലെ തന്നെ ഹി ഹാസ് എ കാർഡ്. അതുപോലെ ഒരു ഭക്ഷണം കഴിക്കാറുണ്ട്, കുടിക്കാറുണ്ട് എന്ന് പറയാനായിട്ട് ഐ ഹാവ് ടീ എവറി ഡേ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമ്മുടെ കൈവശമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് വാച്ച്ഡ് ദിസ് മൂവി ബിഫോർ, അല്ലെങ്കിൽ ഐ ഹാവ് സീൻ ഹിം സംവെയർ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യം കൈവശമുണ്ട്. ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഹാവും ഹാസ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ ഹാഡ് യൂസ് ചെയ്യുന്നത് ഒരു കാര്യം നമ്മുടെ കൈവശം ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു നീല കാർ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ എങ്ങനെ പറയും? ഇനി നമ്മൾ മലയാളത്തിൽ നോക്കുമ്പം എനിക്ക് ഒരു നീല കാറ് അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസ് ഫോം ചെയ്യുമ്പോൾ ഫസ്റ്റ് നോക്കേണ്ടത് ആരാണ് പ്രവൃത്തി ചെയ്തത്. ആരുടെ കയ്യിലാണ് നീലക്കാറുണ്ടായിരുന്നത്? എൻ്റെ കയ്യിൽ. സോ ഇനി ഉണ്ടായിരുന്നു, അതാണ് നമ്മുടെ വേർബ്, അതാണ് നെക്സ്റ്റ് വരേണ്ടത്. അപ്പോൾ ഹാഡിന് പകരം നമ്മൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന് പകരം നമ്മൾ ഇംഗ്ലീഷിൽ ഹാഡ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഐ ഹാഡ് എന്ന് വെച്ചാൽ എനിക്കുണ്ടായിരുന്നു. ഇനി എനിക്ക് എന്തുണ്ടായിരുന്നു? ഒരു നീലക്കാർ. ഒരു നീലക്കാരെന്ന് എങ്ങനെ പറയും? എ ബ്ലൂ കാർ. സോ എനിക്കൊരു നീല കാർ ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ ബ്ലൂ കാർ. ഐ ഹാഡ് എ ബൈക്ക്, ഐ ഹാഡ് എ ഹോം. അങ്ങനെ എനിക്കുണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? ഐ ഹാഡ് യൂസ് ചെയ്യാം. ഓക്കെ, എന്ത് സാധനം ഉണ്ടായിരുന്നു എന്ന് പറയാനും ഐ ഹാഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പം എനിക്കൊരു നീല കാർ ഉണ്ടായിരുന്നു, ഐ ഹാഡ് എ ബ്ലൂ കാർ. ഇനി അവനൊരു നീല കാർ ഉണ്ടായിരുന്നു, അങ്ങനെ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അവനുണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയും? അപ്പോഴും നമ്മൾ ഹാഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഹാവിൻ്റെ ഹാസിൻ്റെ ആ ഒരു പ്രശ്നം ഹാഡിനില്ല. സബ്ജക്റ്റ് ഇപ്പോൾ സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ഐ ആണെങ്കിലും യു ആണെങ്കിലും നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഹാഡ് തന്നെയാണ് യൂസ് ചെയ്യുക. ഇത് പ്രത്യേകം നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഇത് പലർക്കും ഡൗട്ട് ഉണ്ട്, ഹാഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ഹാവും ഹാസിലും അങ്ങനെ ഒരു വ്യത്യാസമില്ലേ, അപ്പോൾ ഹാഡിന് പകരം എന്ത് യൂസ് ചെയ്യും? അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട. ഹാഡ് നമ്മൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ഒക്കെ ഹാഡാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. അവൻ ഇന്നലെ 3 മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതായത് ഒരു പരിപാടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് ഉണ്ടായിരുന്നു, മീറ്റിംഗ് ഉണ്ടായിരുന്നു, പാർട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ ഹാഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവന് ഉണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയും? ഹി ഹാഡ്. ഇനി എന്താണ് അവൻ ഉണ്ടായിരുന്നത്? 3 മീറ്റിങ്ങുകളാണ് ഉണ്ടായിരുന്നത്. സോ ഹി ഹാഡ് 3 മീറ്റിംഗ്സ്. ഇനി എപ്പോഴായിരുന്നു ഈ 3 മീറ്റിംഗ്സ് ഉണ്ടായിരുന്നത്? സമയം എപ്പോഴും അവസാനം കൊടുക്കുന്നതാണ് ബെറ്റർ. ആദ്യം കൊടുക്കാൻ പറ്റില്ല എന്നല്ല, ആദ്യം നമ്മൾ മിക്ക കേസുകളിലും അവസാനമായിരിക്കും സമയം കൊടുക്കുന്നത് ബെറ്റർ. കാരണം ചില സമയങ്ങളിൽ നമുക്ക് ആദ്യം സമയം കൊടുത്തു കഴിഞ്ഞാൽ സെൻറ്റൻസ് കംപ്ലീറ്റ് ആയിട്ട് തെറ്റായിപ്പോവും. സോ ഹി ഹാഡ് 3 മീറ്റിംഗ്സ് യെസ്റ്റർഡേ. അവൻ ഇന്നലെ 3 മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, യെസ്റ്റർഡേ എന്നേ യെസ്റ്റർഡേസ് ഇല്ല കേട്ടോ. ഓക്കെ, ഹി ഹാഡ് 3 മീറ്റിംഗ്സ് യെസ്റ്റർഡേ. അവൻ ഇന്നലെ 3 മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കണ്ട സെൻറ്റൻസ് എങ്ങനെ ഫോം ചെയ്തിരിക്കുന്നതെന്ന്, അവൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം എഴുതിയത്. ഹി ഹാഡ്. അതിനുശേഷം അവൻ എന്തുണ്ടായിരുന്നു? 3 മീറ്റിംഗ്. അതാണ് നമ്മൾ എഴുതിയത്. പിന്നെ അവസാനമാണ് നമ്മൾ എന്ത് ചെയ്തത്? സമയം എഴുതിയത്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കിക്കേ. അവൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാഡ് യൂസ് ചെയ്യാം, അല്ലേ? അപ്പോൾ അവൾക്കുണ്ടായിരുന്നു എന്നെങ്ങനെ നമ്മൾ എഴുതാം? അതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ഷീ ഹാഡ്. അവൾക്ക് ഉണ്ടായിരുന്നു. ഷീ ഹാഡ്. അവൾക്ക് ഇനി എന്തുണ്ടായിരുന്നു? ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഒരുപാട് സുഹൃത്തുക്കൾ എന്നെങ്ങനെയാ പറയാ? നമുക്ക് വേണമെങ്കിൽ മെനി ഫ്രണ്ട്സ് എന്ന് പറയാം, എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് എന്ന് പറയാം. നമുക്കിവിടെ മെനി എഴുതാം. ഷീ ഹാഡ് മെനി ഫ്രണ്ട്സ്. അവൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഹാഡ് മെനി ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഇപ്പം ചിലപ്പം അത്രയും സുഹൃത്തുക്കൾ ചിലപ്പോൾ അവൾക്ക് ഉണ്ടായിരിക്കില്ല. സോ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാഡ് യൂസ് ചെയ്യാവുന്നതാണ്. എന്തൊക്കെ ഉണ്ടായിരുന്നു? ഒരു കാർ ഉണ്ടായിരുന്നു. എനിക്കൊരു നീല കാർ ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ ബ്ലൂ കാർ. അല്ലെങ്കിൽ എനിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ മീറ്റിംഗ്. എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഐ ഹാഡ് മെനി ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഒരു വസ്തു കയ്യിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു, സുഹൃത്തുക്കളുണ്ടായിരുന്നു, അനിയത്തിമാരുണ്ടായിരുന്നു, കസിൻസ് ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഹാഡ് യൂസ് ചെയ്യാം. ഓക്കെ,
ഇതെല്ലാം എന്താണ്? പൊസഷനാണ്. നമ്മുടെ കൈവശം ഉണ്ടായിരുന്ന കാര്യത്തിനെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ ഹാഡ് യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ രാവിലെ ഒരു ചായ കുടിച്ചു. അപ്പം ഇവിടെ കുടിച്ചു എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ പൊതുവെ നമ്മളത് എങ്ങനെ എഴുതാം ഇംഗ്ലീഷിൽ? ഞാൻ കുടിച്ചു എന്നുള്ളതാണ് ആദ്യം എഴുതുക. ഐ ഡ്രാങ്ക്. കുടിച്ചു എന്ന് പറയുമ്പോൾ ഐ ഡ്രാങ്ക്. എന്താണ് കുടിച്ചത്? ഒരു ചായ. ഐ ഡ്രാങ്ക് എ ടീ. ഇനി ഇന്ന് രാവിലെ ആണെങ്കിൽ ദിസ് മോർണിംഗ്. ഞാനിവിടെ രാവിലെ എന്ന് എഴുതിയിട്ടുള്ളൂ, ഇന്ന് രാവിലെ നമുക്കങ്ങ് സങ്കല്പിക്കാം. സോ ഐ ഡ്രാങ്ക് എ ടീ ദിസ് മോർണിംഗ്, അല്ലെങ്കിൽ ഡ്രാങ്ക് എ കപ്പ് ഓഫ് ടീ ദിസ് മോർണിംഗ്. അപ്പോൾ ഇതേ കാര്യം നമുക്ക് എങ്ങനെയും പറയാം. ഡ്രാങ്കിന് പകരം എന്ത് യൂസ് ചെയ്യാം? നമുക്ക് ഹാഡ് യൂസ് ചെയ്യാം. ഓക്കെ, കുടിച്ചു അല്ലെങ്കിൽ കഴിച്ചു, എന്തെങ്കിലും കുടിച്ചു കഴിച്ചു എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഹാഡ് യൂസ് ചെയ്യാം. കുടിച്ചു, കഴിച്ചു, അങ്ങനെ പറയുന്നത്. കാരണം നമ്മൾ എന്താ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? എന്തെങ്കിലും ഒരു കാര്യം കഴിക്കാറുണ്ട്, കുടിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ഹാവോ ഹാസോ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതേപോലെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കുടിച്ചു അല്ലെങ്കിൽ കഴിച്ചു എന്ന് പറയാനായിട്ട് ഹാഡ് യൂസ് ചെയ്യാം. നമുക്ക് പാസ്റ്റ് ടെൻസിലായിട്ട് ഹാഡ് യൂസ് ചെയ്യാം. ഇനിയാണ് നമ്മൾ ഹാഡിൻ്റെ മെയിൻ യൂസേജിലോട്ട് വരുന്നത്. അതായത് ഈ സെൻറ്റൻസ് നിങ്ങളൊന്ന് നോക്കിക്കേ. അവർ വരുന്നതിന് മുൻപ് ഞാൻ ജോലി തീർത്തു. ഇവിടെ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ? രണ്ട് വേർബ് ഉണ്ട് അല്ലേ? അവൻ വരുന്നതിന് മുൻപ്, അതായത് അവൻ വന്നു അല്ലേ? അതിനു മുൻപേ എന്ത് സംഭവിച്ചു? ഞാൻ ജോലി തീർത്തു. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്ന് അവൻ വന്നു, രണ്ടാമത്തത് ജോലി തീർത്തു. പക്ഷെ ഇവിടെ ഏത് കാര്യമാണ് ആദ്യം നടന്നത്? അവർ വരുന്നതിന് മുൻപ് ഞാൻ ജോലി തീർത്തു. അതായത് അവരെത്തുന്നതിന് മുന്നേ ഞാൻ എന്താ ചെയ്തത്? ജോലി തീർത്തു. അതാണ് അപ്പം ആദ്യം നടന്നത്. എന്താ ആദ്യം നടന്നത്? ഞാൻ ജോലി തീർത്തു. അതാണ് ആദ്യം നടന്നത്. പിന്നെ എന്താ സംഭവിച്ചത്? അവർ വന്നു. അതാണ് രണ്ടാമത് നടന്നത്. അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ മലയാളത്തിൽ ഒത്തിരി പറയാറുണ്ട് അല്ലേ? അവൻ വരുന്നതിന് മുമ്പേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി, അവൾ വിളിക്കുന്നതിന് മുന്നേ ഞാൻ ജോലിയെല്ലാം ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയൊക്കെ ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് മലയാളത്തിൽ പറയാറുണ്ട്. അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ഏത് കാര്യമാണ് ആദ്യം നടന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സംഭവത്തിൻ്റെ കൂടെ ഹാഡ് യൂസ് ചെയ്യും. അതായത് അവർ വരുന്നതിന് മുന്നേ ഞാൻ ജോലി തീർത്തു. ഞാൻ ജോലിയാണ് ആദ്യം തീർത്തത്. സോ ഐ തീർത്തു എന്ന് എങ്ങനെയാ പറയാം? നമ്മൾ ഫിനിഷ്ഡ് എന്ന് പറയാം, കംപ്ലീറ്റഡ് എന്ന് പറയാം അല്ലേ? സോ ഐ ഹാഡ് ഫിനിഷ്ഡ് അല്ലെങ്കിൽ ഐ ഹാഡ് കംപ്ലീറ്റഡ്. കംപ്ലീറ്റഡ് ആണ് കുറച്ചുകൂടി ബെറ്റർ. ഐ ഹാഡ് കംപ്ലീറ്റഡ്. ഇപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹാഡിന്റെ കൂടെ ഒരു വേർബ് വരുവാണെങ്കിൽ വേർബിന്റെ V3 ഫോം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതായത് തീർക്കുക എന്നുള്ളത് കംപ്ലീറ്റ് എന്നാണെങ്കിൽ അത് V1 ഫോം, അതിന്റെ V2 ഫോം എന്താ? കംപ്ലീറ്റഡ്. V3 ഫോം എന്താ? വീണ്ടും കംപ്ലീറ്റഡ്. അപ്പോൾ V3 ഫോം ആണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. സോ ഐ ഹാഡ് ഫിനിഷ്ഡ് അല്ലെങ്കിൽ ഐ ഹാഡ് കംപ്ലീറ്റഡ് മൈ വർക്ക്. എന്തിനു മുന്നെയാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്? അവർ വരുന്നതിന് മുന്നേ, ബിഫോർ. ഇനി അവർ വരുന്നതിന് മുൻപേ എന്ന് പറയുമ്പോൾ മുമ്പേ എന്ന് കാണിക്കാനാണ് നമ്മൾ ബിഫോർ എന്നുള്ള വാക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അവർ വരുന്നതിന് മുന്നേ എന്ന് എങ്ങനെ പറയും? ബിഫോർ ദേ കെയിം. അവിടെ എന്തുകൊണ്ടാണ് അവിടെ ദേ കെയിം എന്ന് വന്നത്? ബിഫോർ ദേ കെയിം എന്ന് എന്തുകൊണ്ടാണ് വന്നത്? രണ്ടും പാസ്റ്റിൽ നടക്കുന്ന കാര്യമാണ്. അപ്പം എന്തായാലും അതൊരു പാസ്റ്റ് ടെൻസിൽ വേണം നമ്മൾ പറയാനായിട്ട്. ഇതിൽ ഏത് കാര്യം ആദ്യം നടന്നു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഹാഡ് പ്ലസ് V3 യൂസ് ചെയ്യുന്നത്. ഹാഡിൻ്റെ കൂടെ V3 ഫോം ഓഫ് ദ വേർബ് നമ്മൾ യൂസ് ചെയ്യും. അപ്പം അതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഹാഡ് പ്ലസ് V3 ഫോം യൂസ് ചെയ്യുന്നത്. അപ്പം ബാക്കി സെൻറ്റൻസ് നമ്മൾ എങ്ങനെ എഴുതണം? സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ എഴുതണം. അതുകൊണ്ടാണ് ബിഫോർ ദേ കെയിം എന്ന് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കിക്കേ. ഞാൻ വിളിച്ചപ്പോൾ അവൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി അല്ലേ? ഇവിടെ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ? എന്തൊക്കെയാണ് നടക്കുന്നത്? ഒന്ന് ഞാൻ വിളിച്ചു, മറ്റൊന്ന് അവൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി. രണ്ട് കാര്യങ്ങൾ നടന്നു. അപ്പോൾ എന്താ ആദ്യം സംഭവിച്ചത്? ഞാൻ വിളിച്ചപ്പോൾ അവൾ ഓഫീസിലില്ല, അവൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ആദ്യം അവൾ എന്താ ചെയ്തേ? അവൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി. അതിനുശേഷമാണ് എൻ്റെ കോള് വന്നത്. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചപ്പോൾ അവൾ ഓഫീസിൽ ഉണ്ടാവാതിരുന്നത്. സോ അവൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഇതിൻ്റെ കൂടെയാണ് നമ്മൾ ഹാഡ് യൂസ് ചെയ്യേണ്ടത്. ഷീ. ഇനി ഓഫീസിൽ നിന്ന് ഇറങ്ങി എന്ന് എങ്ങനെ പറയും? നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങുക എന്ന് പറയുമ്പോഴത്തേക്ക് ലീവ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലീവിൻ്റെ V3 ഫോമാണ് ലെഫ്റ്റ്. അപ്പോൾ അവൾ ഇറങ്ങി എന്ന് പറയുമ്പോൾ ഷീ ഹാഡ് ലെഫ്റ്റ്. ഷീ ഹാഡ് ലെഫ്റ്റ് ദി ഓഫീസ്. എപ്പോഴാണ്? വെൻ. ഞാൻ വിളിച്ചപ്പോൾ. അതും നേരത്തെ നടന്നൊരു കാര്യമാണ്. അത് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറയണം. വെൻ ഐ called. When I called. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അവൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി. She had left the office
when I called. അപ്പോൾ ഇതേപോലെ പാസ്റ്റിൽ രണ്ട് കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അതിലേത് കാര്യമാണ് ആദ്യം നടന്നതെന്ന് കാണിക്കാൻ വേണ്ടി ആ സംഭവത്തിൻ്റെ കൂടെ നമ്മൾ ഹാഡ് ചേർക്കും. ഹാഡ് ചേർക്കുമ്പോൾ അവിടെ വേർബിൻ്റെ V3 ഫോം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ അല്ലാതെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് തെറ്റായിരിക്കും. സോ ആ ഹാഡിൻ്റെ കൂടെ V3 ഫോം ഓഫ് ദ വേർബ് ചേർക്കുക. പിന്നെ അതിന് കഴിഞ്ഞ് രണ്ടാമത് സംഭവിച്ച കാര്യം സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറയാം. സിമ്പിൾ പാസ്റ്റ് ടെൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ഇതിന് മുന്നേ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പം നിങ്ങൾക്ക് ആ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടേക്കാം. നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടെ കണ്ട് പഠിച്ചോളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹാഡ് യൂസ് ചെയ്യുന്നത്. നമുക്കൊന്ന് റിവൈസ് ചെയ്താലോ എങ്ങനെയൊക്കെയാണെന്ന്. ഒന്ന്, നമ്മുടെ കൈവശം ഒരു സാധനം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്കൊരു ബന്ധം ഉണ്ടായിരുന്നു, അതല്ലെങ്കിൽ നമുക്കൊരു പരിപാടി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ ഹാഡ് യൂസ് ചെയ്യും. എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഐ ഹാഡ് എ ബൈക്ക് വെൻ ഐ വാസ് എ ചൈൽഡ്. ഇനി അല്ലെങ്കിൽ എനിക്കൊരു ബന്ധം ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് ഐ ഹാഡ് 3 കസിൻസ്. എനിക്ക് 3 കസിൻസ് ഉണ്ടായിരുന്നു. ഇനി നമുക്കൊരു പരിപാടി ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് ഐ ഹാഡ് എ പാർട്ടി യെസ്റ്റർഡേ. എനിക്ക് ഇന്നലെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ഇനി നമ്മൾ എന്തെങ്കിലും കഴിച്ചു കുടിച്ചു എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ ഹാഡ് യൂസ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ഹാഡ് ചിക്കൻ ബിരിയാണി ദിസ് ആഫ്റ്റർനൂൺ. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഞാൻ ചിക്കൻ ബിരിയാണി കഴിച്ചു. അവിടെ കഴിച്ചു എന്നുള്ളതിന് പകരം, അതായത് ഈ ഏറ്റ് എന്നുള്ളതിന് പകരമാണ് നമ്മൾ ഹാഡ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ എപ്പോഴൊക്കെയാണ് നമ്മൾ ഹാഡ് യൂസ് ചെയ്യുന്നത്? പാസ്റ്റിൽ നേരത്തെ 2 സംഭവങ്ങൾ നടന്നു, അതിൽ ഏത് സംഭവമാണ് ആദ്യം നടന്നതെന്ന് ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഡ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്കും ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഏത് കാര്യം ആദ്യം നടന്നത്? ട്രെയിൻ പോയി അല്ലേ? അപ്പോൾ നമ്മൾ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. രണ്ടാമത് നടന്ന ഏത് കാര്യമാണ്? ഞാൻ സ്റ്റേഷനിൽ എത്തി, വെൻ ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ. അപ്പോൾ അങ്ങനെ 2 കാര്യങ്ങൾ പാസ്റ്റിൽ നടക്കുമ്പോൾ ഏത് കാര്യമാണ് ആദ്യം നടന്നതെന്ന് കാണിക്കാനായിട്ട് നമ്മൾ ഹാഡ് യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇന്നലെ ഒരു തലവേദന ഉണ്ടായിരുന്നു. എനിക്ക് ഇന്നലെ ഒരു തലവേദന ഉണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാന്നുള്ളത് നിങ്ങൾ കോമെൻറ്റ് ചെയ്യുക. നമ്മൾ വളരെ സിമ്പിളായിട്ടല്ലേ പഠിച്ചത്. ഇതേപോലെ നിങ്ങൾക്കൊരു ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി സംശയങ്ങളൊക്കെ ചോദിച്ച് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മിത്രയുടെ കോഴ്സിലേക്ക്, സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണം സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് മാത്രം പഠിച്ചാൽ മതിയെങ്കിൽ അങ്ങനെ പഠിക്കാം. ലൈവ് വീഡിയോ ക്ലാസ്സസ് വേണമെങ്കിൽ അതിനുള്ള നമുക്ക് സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഗ്രാമറോട് കൂടി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണമെങ്കിൽ അതും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ signing off from English Mitra. Thank you and have a pleasant day. English Mitra. Stop worrying, start learning.